ഈ തൈ ഞാൻ അരിപാകി കിളിപ്പിച്ചതാണ്. എൻ്റെ വീട്ടുമുറ്റത്ത് നല്ല വെയിൽ കിട്ടുന്ന ഒരു സ്ഥലം നോക്കിയാണ് ഞാൻ ഈ തൈ നട്ടത്. അവിടെ 2 അടി നീളത്തിലും വീതിയിലും ആഴത്തിലും ഒരു കുഴിയെടുത്ത് കുഴിയുടെ അടിയിൽ കുറച്ച് മേൽമണ്ണും നല്ലപോലെ ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകപ്പൊടിയും ഒപ്പം ചിതലൊന്നും വരാതിരിക്കാൻ ഒരു പിടി വേപ്പിൻ പിണ്ണാക്കും ചേർത്ത് നന്നായി ഇളക്കി അതിനുശേഷമാണ് ആ കവറിലെ മണ്ണ് ഉടയാതെ തൈ ഇറക്കി വെച്ചത്. ചുറ്റും മണ്ണിട്ട് നന്നായി ചവിട്ടി ഉറപ്പിച്ചു. അന്ന് വൈകുന്നേരം തന്നെ ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ച് ഞാൻ തുടക്കം കുറിച്ചു. ആദ്യത്തെ കുറേ മാസങ്ങൾ ഞാൻ ദിവസവും വൈകുന്നേരം നനയ്ക്കാൻ മറന്നില്ല. ചെടി കുറച്ചൊന്ന് ഉഷാറായപ്പോൾ ഞാൻ വളപ്രയോഗം തുടങ്ങി. മാസത്തിലൊരിക്കൽ ചുവട്ടിലെ മണ്ണൊന്ന് കിളച്ചു കൊടുക്കണം. കുറച്ച് ചാണകപ്പൊടിയോ ആട്ടിൻ കാഷ്ടമോ ഇട്ട് കൊടുക്കാം. ഇടയ്ക്ക് കടലപ്പിണ്ണാക്ക് വെള്ളത്തിലിട്ട് പുളിപ്പിച്ചത് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ചെടികൾ വളർന്ന് ശാഖകൾ വന്നപ്പോൾ താഴേക്ക് നിൽക്കുന്നതും ഉണങ്ങിയതുമായ ചെറിയ കൊമ്പുകൾ ഞാൻ വെട്ടിയൊതുക്കി മാറ്റി. അത് ചെടി നല്ല കരുത്തോടെ മുകളിലേക്ക് പടരാൻ സഹായിച്ചു. നട്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യമായി അതിൽ പൂക്കൾ വന്നു തുടങ്ങി. വെളുത്ത നിറത്തിൽ പഞ്ഞി പോലെ മനോഹരമായ പൂക്കൾ വന്നപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. ആ സമയത്ത് ഞാൻ നന കുറച്ചു. കാരണം വെള്ളം കൂടിപ്പോയാൽ പൂക്കൾ കൊഴിഞ്ഞു പോകും. കായ്കൾക്ക് നല്ല മധുരവും വലിപ്പവും ലഭിക്കാൻ വേണ്ടി ആ സമയത്ത് ഞാൻ കുറച്ച് ചാരം ചുവട്ടിൽ തൂകി മണ്ണൊന്ന് ഇളക്കി കൊടുത്തു. പൂക്കൾ വിരിഞ്ഞ് കുഞ്ഞു ചാമ്പയ്ക്കകൾ ഉണ്ടായി തുടങ്ങിയപ്പോൾ ഞാൻ നല്ല ശ്രദ്ധ കൊടുത്തു. കാരണം ഇതിൻ്റെ പ്രധാന ശല്യക്കാരൻ കായീച്ചകളാണ്. ചാമ്പയ്ക്കകൾ ഒരല്പം വലുതായപ്പോൾ തന്നെ ഞാൻ നല്ല സുതാര്യമായ പ്ലാസ്റ്റിക് കവറുകൾ എടുത്ത് അടിവശം ചെറുതായി മുറിച്ച് വായുസഞ്ചാരം ഉറപ്പാക്കി. എന്നിട്ട് ഓരോ കുലകളും ശ്രദ്ധയോടെ മൂടിക്കെട്ടി. ഇത് പുഴുക്കേട് വരാതിരിക്കാൻ എന്നെ ഒരുപാട് സഹായിച്ചു. ആ സമയത്ത് മണ്ണ് ഉണങ്ങിപ്പോകാതിരിക്കാൻ കൃത്യമായി നനച്ചു കൊടുക്കുകയും ചെയ്തു. ചാമ്പയ്ക്കകൾ നല്ല കടും ചുവപ്പ് നിറമായി തിളങ്ങി നിൽക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ കവറുകൾ മാറ്റി അവ ഓരോന്നായി പറിച്ചെടുത്തു. നമ്മൾ തന്നെ കുഴിയെടുത്ത് നനച്ച് പരിപാലിച്ചുണ്ടായ ആപ്പിൾ ചാമ്പയ്ക്ക പറിച്ചു കഴിച്ചപ്പോൾ ഉണ്ടായ മധുരവും സന്തോഷവും അതൊന്ന് വേറെ തന്നെയാണ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ തന്നെ നമുക്കും നമ്മുടെ വീട്ടിൽ ഇത് ചെയ്തെടുക്കാം. ആപ്പിൾ ചാമ്പയ്ക്ക രുചിയിൽ മാത്രമല്ല ആരോഗ്യ ഗുണങ്ങളുടെ കാര്യത്തിലും മുൻപന്തിയിലാണ്. ചാമ്പയ്ക്കയിൽ ഏകദേശം 90% വെള്ളമാണ് അടങ്ങിയിരിക്കുന്നത്. വേനൽക്കാലത്ത് ശരീരത്തിലെ നിർജ്ജലീകരണം തടയാനും ശരീരം തണുപ്പിക്കാനും ഇത് മികച്ചതാണ്. ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ ദഹനം സുഗമമാക്കാനും മലബന്ധം തടയാനും ചാമ്പയ്ക്ക സഹായിക്കുന്നു. കൂടാതെ വയറിളക്കം, വയറുകടി എന്നിവയ്ക്കെതിരെയും ഇത് ഫലപ്രദമാണ്. ചാമ്പയ്ക്കയിൽ അടങ്ങിയിരിക്കുന്ന ജംബോസിൻ ആൽക്കലോയിഡ് അന്നജം പഞ്ചസാരയായി മാറുന്നത് തടയാൻ സഹായിക്കുന്നു. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ പ്രമേഹ രോഗികൾക്ക് ഗുണകരമാണ്. ഇതിലെ നാരുകളും പോഷകങ്ങളും ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇതുവഴി ഹൃദയാഘാതം, പക്ഷാഘാതം തുടങ്ങിയ പ്രശ്നങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നു. വിറ്റാമിൻ സി, വിറ്റാമിൻ എ എന്നിവയാൽ സമ്പന്നമാണ് ചാമ്പയ്ക്ക. ഇത് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു. വിറ്റാമിൻ സി ആൻറ്റി ഓക്സിഡൻ്റായി പ്രവർത്തിക്കുന്നതിനാൽ ചർമ്മത്തിലെ ചുളിവുകൾ മാറ്റാനും ചർമ്മത്തിന് തിളക്കം നൽകാനും സഹായിക്കുന്നു. ചർമ്മത്തിലെ അണുബാധകൾ തടയാനും ഇത് നല്ലതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.